ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. മിക്ക നെറ്റ്വർക്ക്സിൽ കണ്ടിട്ടുണ്ടാവും ഇൻഡിപെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് സോഴ്സ് എന്നൊക്കെ. എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് സോഴ്സ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്, ഇലവേ ഐഡിയൽ കറന്റ് സോഴ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ്, ഈ നാലും നമ്മളൊന്ന് കവർ ചെയ്യുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Independent sources. Properties and characteristics of such sources are independent to any other parameter within or outside the circuit. Within or outside the circuit. ഇതൊരു സർക്യൂട്ട് ഉണ്ട്. Let it be this a circuit. ഇവിടെ നമ്മൾ ഒരു സോഴ്സ് കണക്ട് ചെയ്യാണ്. അതിപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആവാം, കറന്റ് സോഴ്സ് ആവാം, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ട്സിൻ്റെ ഒരു പാരാമീറ്ററിനെയും നമ്മുടെ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്. 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് കോൺസ്റ്റൻ്റ്ലി 5 വോൾട്ട് തന്നെ കൊടുക്കും നമ്മുടെ സർക്യൂട്ടിലേക്ക്. സർക്യൂട്ടിൻ്റെ പാരാമീറ്റർ എങ്ങനെയൊക്കെ വേരി ചെയ്താലും ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോയോ അല്ലെങ്കിൽ വോൾട്ടേജോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ എന്ത് തന്നെ വേരി ചെയ്യുകയാണെങ്കിലും നമ്മുടെ സോഴ്സ് കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. എക്സാമ്പിള്, ഐഡിയൽ സോഴ്സസ് ഒക്കെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കും. ഇനി ഇതിൻ്റെ സിമ്പൽ കാണുമ്പോൾ തന്നെ അത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണോ എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ സിമ്പൽ എങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്. ഇപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വി പ്ലസ് മൈനസ് വി, അല്ലെങ്കിൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ആരോ കൊടുക്കും. ഇതാണ് കറന്റ് സോഴ്സ്. നെക്സ്റ്റ്, dependent sources. If their properties and characteristics depends upon any other parameter within or outside the circuit ആണെങ്കിൽ അതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു സോഴ്സ് കണക്ട് ചെയ്യണം, ഒരു സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് ഒരു സോഴ്സ് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ബാക്കിയുള്ള സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കും. എക്സാമ്പിള് BJT, സോളാർ സെൽ, അങ്ങനെ ഒരുപാടുണ്ട്. BJT എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് കറന്റ് സോഴ്സ് ആണ് BJT, കറന്റ് ഡിപ്പെൻഡൻറ്റ് കറന്റ് സോഴ്സ്. സോളാർ സെല്ല് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്കൊരു സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ സിമ്പൽ കാണുമ്പോൾ തന്നെ അതൊരു ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒരു സർക്കിൾ ആയിരിക്കും, ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഡയമണ്ട് ഷേപ്പിലായിരിക്കും നമ്മുടെ സോഴ്സ് ഉണ്ടായിരിക്കുക. കോമൺലി യൂസ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. സെക്കൻഡ് വൺ, current dependent voltage source. Third one, current dependent current source. Fourth one, voltage dependent current source. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കാം. ഇനി ഒരു കറണ്ട് സോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എയ്തർ കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറന്റ് സോഴ്സ് ആവാം അല്ലെങ്കിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറന്റ് സോഴ്സ് ആവാം. ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് എന്നും പറയും. അതുപോലെ കറണ്ട് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, ഇതിനെയാണെങ്കിൽ കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ്. VDCS ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ്. ഇതിൻ്റെ സിമ്പൽ ഒന്ന് നോക്കാം. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്.
അപ്പം ഇതെന്താണ്? ഡയമണ്ട് ഷേപ്പ് ആണെന്ന് അറിയാം നമുക്ക്. ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഡയമണ്ട് ഷേപ്പ് ആണ്. അപ്പം ഇതെന്താണ്? ഫൈനലി ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? പ്ലസ് മൈനസ്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ആരോ കൊടുക്കുക, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ പ്ലസ് മൈനസ് പൊളാരിറ്റീസ് കൊടുക്കുക. അപ്പോൾ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, ദാറ്റ് മീൻസ് പ്ലസ് മൈനസ്. ഇനി ഇതെന്താണ്? വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ ഈ വാല്യൂ, ഇതിന് അക്രോസ് ഉള്ള വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് വേറെ ഏതോ ഒരു വോൾട്ടേജ് ആണ്. അതായത് ഈ സർക്യൂട്ടിനെ, ഇതിൻ്റെ ബാക്കി ഇവിടെ വരുന്ന സർക്യൂട്ടിൻ്റെ ഏതോ ഒരു പാരാമീറ്റർ, ആ പാരാമീറ്റർ എന്താണ്? വോൾട്ടേജ് ആണ്. ഇവിടെ എന്താണ്? നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 2Vx എന്ന് എഴുതാം. ഈ Vxന്റെ വാല്യൂ ഇതിന് അക്രോസ് കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക. ഇനി അടുത്തത് കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. സോ പ്ലസ് മൈനസ് പൊളാരിറ്റി. ഇതെന്താണ്? കറണ്ട് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ, ഇതിന് അക്രോസ് ഉള്ള വാല്യൂ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ്, ലെറ്റ് ഇറ്റ് ബി ആൽഫ ഇൻറ്റു ഐ. ഇനി അടുത്തത് കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. സോ എന്താണ് നമ്മൾ കൊടുക്കുക? ഒരു ആരോ. ഇനി എന്തിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ടാണ് കൺട്രോൾ ചെയ്യുന്ന ഈ വാല്യൂവിനെ. സോ നമ്മൾക്ക് ആ കോൺസ്റ്റന്റ്, അത് 2 ആവാം 3 ആവാം, ഏതോ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. ഇനി ഇതെന്താണ്? വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. അപ്പം കറണ്ട് സോഴ്സ് ആണ്. സോ ആരോ കൊടുക്കുന്നു. എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ ഒരു വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് അതും ബീറ്റ എന്നുള്ള കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വോൾട്ടേജ്. അപ്പൊ എന്തുകൊണ്ടാണ് വോൾട്ടേജ് കൺട്രോൾഡ്? അതായത് ഈ ഒരു വോൾട്ടേജ് ആണ് ഇവിടെ നമ്മുടെ ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂവിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഐഡിയൽ സോഴ്സസ് ഒക്കെ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, അതുപോലെ ഐഡിയൽ കറന്റ് സോഴ്സ് എന്നൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. സോ ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണ് അസ്യൂം ചെയ്യാം. വോൾട്ടേജ് വി, അത് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് വി. ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സോഴ്സ് ഒഴിച്ചാൽ ബാക്കി വരുന്ന സർക്യൂട്ടാണ് നമ്മുടെ ലോഡ്. ഈ ലോഡിലേക്ക് ഒരു വി വോൾട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആണ് പ്ലസ് പൊളാരിറ്റി എന്താ? പ്ലസ് മൈനസ് വി. അതായത് ഈ വോൾട്ടേജ്, ഈ എൻറ്റയർ സപ്ലൈ വോൾട്ടേജ് നമ്മുടെ ലോഡിന് അക്രോസ് വരിക ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒന്നും ബാക്കി എവിടെയും ഒരു വോൾട്ടേജും ഡ്രോപ്പ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0. ടൈമിന് അക്രോസ് വോൾട്ടേജ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എത്രയാണോ നമ്മുടെ വോൾട്ടേജ്, ഇവിടെ വി ആണ്, അപ്പം വി കെ ഈക്വൽ ടു വി ആയിരിക്കും. എത്രയാണോ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്, എത്രയാണോ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, ആ സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും ത്രൂ ഔട്ട്. എത്ര ടൈം കഴിഞ്ഞാലും സെയിം വോൾട്ടേജ് തന്നെ നമ്മുടെ ലോഡിന് അക്രോസ് കാണും. അപ്പം ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം അല്ലേ? ഇതാണ് നമ്മുടെ വോൾട്ടേജ് സപ്ലൈ. അതായത് ഇവിടെ നമ്മളൊരു വോൾട്ടേജ് ഈ സപ്ലൈ വോൾട്ടേജ് ഇ കൊടുക്കുകയാണെങ്കിൽ ഈ ലോഡിന് അക്രോസ് കാണുന്ന വോൾട്ടേജ് വി ആയിരിക്കും. അതായത് എത്ര നമ്മൾ കൊടുക്കുന്നുണ്ടോ, ആ സോഴ്സ് എത്ര സപ്ലൈ ചെയ്യുന്നോ ആ എൻറ്റയർ സപ്ലൈ നമ്മുടെ ലോഡിന് അക്രോസ് കാണില്ല. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? അതായത് ഈ ഇയിൽ നിന്ന് എത്രയോ ഡ്രോപ്പ് വന്നിട്ടാണ് ലോഡിന് കിട്ടുന്നത് അല്ലേ? അങ്ങനെ ഒരു ഡ്രോപ്പ് വരണമെങ്കിൽ എന്താണ് ഈ സർക്യൂട്ടിൽ എന്തിൻ്റെ ഒരു ചാൻസേ ഉള്ളൂ? ഇവിടെ ഒരു
റെസിസ്റ്റൻസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിന് അക്രോസ് ഒരു ഡ്രോപ്പ് വരും. സോ പ്ലസ് മൈനസ് എന്നായിരിക്കും അതിൻ്റെ പൊളാരിറ്റി അല്ലേ. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് പ്ലസും മൈനസും. സോ ഈ ഇയിൽ നിന്ന് I ഇൻറ്റു ആർ, ഈ റെസിസ്റ്റൻസ് എത്രയാണോ ആ റെസിസ്റ്റൻസ് മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ലോഡിന് അക്രോസ് കിട്ടുക. വി ഈക്വൽ ടു ഇ മൈനസ് ഐ ഇൻറ്റു ആർ. ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് എത്രയാണോ ആ വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എമൗണ്ട് അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്റേണലി തന്നെ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആവും. ഇതൊരു ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാം. ഈ കറണ്ടിന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചിരിക്കും ഈ ഒരു സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് നമ്മുടെ ലോഡിന് അക്രോസ് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ വാല്യൂ. ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് കെ എങ്കിൽ, അതായത് ഇ ഇവിടെ എന്താണ് ഇ ആണ് അല്ലേ. എങ്കിൽ ടൈമിനനുസരിച്ച് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും വി ഈസ് ലെസ് ദാൻ ഇ. സിമിലർലി എന്താണ് ഒരു ഐഡിയൽ കറന്റ് സോഴ്സ്? ഇതിപ്പോൾ ഒരു കറന്റ് സോഴ്സ് ആണ് വിച്ച് സപ്ലൈസ് എ കറന്റ് ഓഫ് വാല്യൂ ഐ. ഇവിടെ നമ്മുടെ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ എത്ര കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ ആ എൻറ്റയർ കറണ്ട് നമ്മുടെ ലോഡിലേക്ക് ഫ്ലോ ചെയ്യും. ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയാ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ മീൻ ചെയ്യുന്നത്? എത്ര ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടോ ആ എൻറ്റയർ വാല്യൂ കിട്ടാതെ വരാൻ കാരണമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഈ കറണ്ട് ഇതിന് അക്രോസ് ആയിട്ട് നമ്മളിപ്പോൾ ഇതിന് സീരീസ് ആയിട്ട് നമ്മളൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക വിചാരിച്ചോ. ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം കറണ്ട് തന്നെ എന്താണോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ആ കറണ്ട് തന്നെ ഈ ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യും, നമ്മുടെ ലോഡിലൂടെയും ഫ്ലോ ചെയ്യും അല്ലേ. സോ ഇവിടെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നു വെച്ചിട്ട് ഒരു വ്യത്യാസം വരില്ല. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും ഇവിടെ എഫക്ട് ചെയ്യുന്നത്? ഇതിന് പാരലലി, സപ്പോസ് ഇതിന് പാരലലി ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, ഒരു റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കറണ്ട് ഈ നോഡിൽ വെച്ച് സ്പ്ലിറ്റ് ആവും അല്ലേ. ഇവിടേക്ക് ഒരു സെർട്ടൻ കറണ്ട് പാസ് ചെയ്യും, ബാക്കിയുള്ള കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ഈച്ച് ബ്രാഞ്ച് അല്ലേ. സോ ഒരു കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? അതിന് പാരലൽ ആയിട്ടായിരിക്കും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. സോ ഇവിടെ ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിട്ടായിരിക്കും വരിക? ചിന്തിച്ചു നോക്കുക. ഫുൾ കറണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. അതായത് ഇവിടെ വന്നിട്ട് ഈ കറണ്ട് ഈ നോഡിൽ വന്ന് നോക്കുമ്പോൾ കറണ്ട് ഒന്നും തന്നെ ഈ ഒരു പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല അല്ലേ. I ഈക്വൽ ടു 0. I ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഒറ്റ ചാൻസേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കണം? R ഷുഡ് ബി, ഇന്റേണൽ റെസിസ്റ്റൻസ് R ഷുഡ് ബി ഇൻഫൈനൈറ്റ്. എപ്പോഴും കറണ്ട് ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം റെസിസ്റ്റൻസ് എത്ര കൂടുന്നോ അത്രയും കറണ്ട് ഫ്ലോ കുറവായിരിക്കും. സോ ഒരു ഐഡിയൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഇതിന്റെ ഗ്രാഫ് നോക്കുക. ത്രൂ ഔട്ട് ദ ടൈം ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും ഇത് സപ്ലൈ ചെയ്യുക. പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത് കാരണം എ പാർട്ട് ഓഫ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ്.
അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആണ്. അപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും വി ആയിരിക്കും. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? വി ബൈ ആർ. ബാക്കിയുള്ള കറണ്ട് ആയിരിക്കും നമ്മുടെ ലോഡിലേക്ക് ഫ്ലോ ചെയ്യുക. സോ ആ കറണ്ടിന്റെ വാല്യൂ എന്താണ്? I ഈക്വൽ ടു IS മൈനസ് വി ബൈ ആർ ആയിരിക്കും നമ്മുടെ കറണ്ടിന്റെ വാല്യൂ. ഇപ്പോൾ സെയിം ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം ടി കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? കെ. ഫസ്റ്റ് ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിൽ നിന്ന് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ വി ബൈ ആർ. ഇനി എപ്പോഴും ഓർക്കുക, ഐഡിയൽ കറണ്ട് സോഴ്സും ഐഡിയൽ വോൾട്ടേജ് സോഴ്സും അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അടുത്ത പോയിന്റ് ഓർക്കേണ്ടത്, ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടായിരിക്കും വരിക. ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടായിരിക്കും വരിക. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ ഈക്വൽ ടു 0 ആയിരിക്കും ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ഫോർ ഐഡിയൽ കറന്റ് സോഴ്സ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക.